വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 21 ഫെബ്രുവരി. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 23 ഫെബ്രുവരി മുതൽ 27 ഫെബ്രുവരി വരെയുള്ള ആ ഒരു വീക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് 100 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത് കണ്ടത്. നിഫ്റ്റി വളരെ തേഴ്സ്ഡേയിൽ മോർ ദാൻ 360 പോയിൻറ്റ്സോളം താഴ്ന്നതിന് ശേഷം ഫ്രൈഡേ വീണ്ടും മാർക്കറ്റ് റീബൗണ്ട് ചെയ്തതോടുകൂടി നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണാൻ നമുക്കൊരു 100 പോയിൻറ്റ്സ് ഉയർന്ന് 25,571 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ നിഫ്റ്റി 26,373 എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നൊരു വലിയൊരു കറക്ഷനിലൂടെയാണ് മാർക്കറ്റ് പോകുന്നത് കണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ വീണ്ടും മാർക്കറ്റിൻ്റെ ഒരു റീബൗണ്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മൾ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ 82,814 വന്ന് ഒരു 187 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 59,513 ഒരു 75 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 17,002 30 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് US കോർട്ട് ഡൊണാൾഡ് ട്രംപ്സ് താരിഫ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലീഗലാണ് എന്നുള്ളൊരു വേർഡിക്റ്റ് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. അത് നമുക്കറിയാം, കോർട്ട് റൂൾ ദാറ്റ് ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഓർ EPA, the law that Trump used to levy punitive tariffs on countries across the globe, does not grant Trump the power to impose tariff എന്നുള്ളതാണ്. അതായത് ഈ IEEPA എന്നുള്ള റെഗുലേഷനിൽ US പ്രസിഡൻറ്റിന് മറ്റു രാജ്യങ്ങളിലെ മേലെ താരിഫുകൾ, അതൊരു എമർജൻസി ആക്റ്റാണ്, ആ ഒരു ആക്ട് ഉപയോഗിച്ചുകൊണ്ട് താരിഫുകൾ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വെർഡിക്റ്റാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് തുടർന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ട്രംപ് പുതിയൊരു ഓർഡർ സൈൻ ചെയ്യുകയുണ്ടായി. എല്ലാ ഈ ഇതുപോലെയുള്ള താരിഫുകളും ഇമ്പോസ് ചെയ്തിരുന്നതെല്ലാം റോൾ ബാക്ക് ചെയ്യാനുള്ളൊരു ഡിസിഷൻ വരികയും അതൊരു ഓർഡറായിട്ട് ഇന്നലെ തന്നെ സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ പോലും ഇപ്പോൾ 18% എന്നുള്ള ആ താരിഫ് വീണ്ടും നമുക്കൊരു 10%ലേക്ക് കുറഞ്ഞു വരും എന്നുള്ളതാണ് ഈ ഓർഡറിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ IEEPA എന്ന് പറഞ്ഞ ആ താരിഫുകളെല്ലാം പോവുകയാണ്. അപ്പോൾ ഒരു 10%ൻ്റെ ഒരു ബേസിക് താരിഫ് നിൽക്കുന്നത് മാത്രമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ ബേസിക്കലി നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റേതായിട്ടുള്ള കുറേയധികം ഒരു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അല്ലാതെ പലതും ട്വീറ്റ് ചെയ്തുകൊണ്ടൊക്കെ പലപ്പോഴും അദ്ദേഹം പല ഡിസിഷൻസ് പ്രഖ്യാപിക്കുകയും പല രാജ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഈഗോ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അതുപോലെയൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ പലരും കരുതുന്നത് ഇപ്പോൾ ട്രംപിന് ഇതൊരു കോർട്ട് ഓർഡർ വരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു പരാജയമാണെന്നുള്ളതായിരിക്കും. പക്ഷേ നമ്മളൊരു കഴിഞ്ഞ ഒരു വർഷമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റ് മാർക്കറ്റുകളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും അതിന് തുടർന്ന് മാർക്കറ്റ് ഒന്നുകിൽ വലിയ രീതിയിൽ മുകളിലേക്ക് ഉയരുന്നു അല്ലെങ്കിൽ അതിനുശേഷം വളരെ വലിയ രീതിയിൽ താഴേക്ക് പോകുന്നതൊക്കെ കാണാം. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിനേക്കാൾ കൂടുതലൊരു ബിസിനസ്സുകാരനാണ്. അതായത് അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പ്രസിഡൻറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടീമും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റിലായാലും അതുപോലെ കറൻസി മാർക്കറ്റിലായാലും ബോണ്ട് മാർക്കറ്റിലായാലും അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലും ആണെങ്കിലും ഇതുപോലെയുള്ള പല ഡിസിഷൻസും പെട്ടെന്നുള്ള ഡിസിഷൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിൽ നിന്നും വലിയ ട്രില്യൺ കണക്കിന് ഡോളേഴ്സ് ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള കുറേയധികം ട്രേഡുകളായിരുന്നു ബേസിക്കലി ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി അവർ വിജയിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കും
നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും പല കാര്യങ്ങളിലും ഡിസ്കഷൻ ഇതുപോലെ ലാഗ് ചെയ്ത് പോകുമ്പോഴും അതിൽ വലിയ തിടുക്കം കാണാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതും അതുകൊണ്ടായിരിക്കാം. കാരണം ഇവരുടെ അൾട്ടിമേറ്റ്ലി പർപ്പസ് ആയിരുന്നത് ഇതുപോലെ മാർക്കറ്റിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഈ കോട്ടൻ്റെ ഓർഡർ വരും എന്നുള്ള അസംഷനും അവർക്കുണ്ടായിരുന്നിരിക്കുക. അപ്പോൾ അതിനിടയിലൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും വീണ്ടും ഇപ്പോൾ ഇതിനിടയിൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്തവർക്ക് പോലും ഈ 10%ലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇതിനിടയിലുള്ള മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ നിന്നുണ്ടാകുന്ന വലിയ ഹ്യൂജ് പ്രോഫിറ്റ് നേടുന്ന ഒരു സ്പെക്കുലേറ്ററുടേതായിട്ടുള്ള ലക്ഷ്യത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈക്വിറ്റി മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്ന നമുക്കൊക്കെ കുറേയധികം സമയം നമുക്ക് ഇതുമൂലം നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് നഷ്ടങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ പോർട്ട്ഫോളിയോസ് നല്ല രീതിയിൽ നല്ല സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടെ നിന്ന് കുറേയധികം പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ മാർക്കറ്റ് തരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു ബേസിലുള്ള ഗെയിംസ് അതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റിലേക്ക് കുറേ കൂടിയും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഗോൾഡിൻ്റെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസത്തിൽ വീണ്ടും ഗോൾഡ് $5,000 താഴേക്ക് പോയിരുന്ന ഗോൾഡിൻ്റെ റേറ്റ് കഴിഞ്ഞ ദിവസത്തിൽ ഫ്രൈഡേയിൽ വീണ്ടും വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് $5,106 അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ഇറാനുമായിട്ടുള്ള ആ ഒരു ടെൻഷൻ എന്തായാലും ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തിനെ തുടർന്ന് ഈ താരിഫിൻ്റേതായ ഇഷ്യൂ എന്തായാലും US പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റ് ബാക്കാണ് എന്ന് വരുമ്പോൾ അദ്ദേഹം എന്തായാലും ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ഇറാനെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഉള്ളൊരു അസംഷൻ നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസത്തേക്കുള്ള ടെൻഷനിൽ വീണ്ടും ഗോൾഡ് ഒരു $5,600 മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ അടുത്തൊരു ലേഡി ക്ലയൻറ്റ് അവർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ചോദിക്കേണ്ടായ ഒരു ഗോൾഡിൻ്റെ അടുത്തൊരു മൂവ്മെൻറ്റ് ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളത്. കാരണം നമുക്കറിയാം പല GCC കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിക്കലി ഗോൾഡ് വാങ്ങിയതിന് ശേഷം ഗോൾഡ് ഒരു $100-500 മൂവ് ചെയ്യുമ്പോൾ അവർ ഫിസിക്കലി തന്നെ സെല്ല് ചെയ്ത് ഒരു പോക്കറ്റ് മണി നേടുന്ന ഒരു രീതിയിൽ പലരും കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു സമയമായിരിക്കും വരുന്ന ഒരു മാസം എന്നാണ് ഞാൻ കരുതുന്നത്. ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ഒരു $5,100 ലെവലിൽ നിന്ന് ഒരു $5,600 ഒരു മൂവ്മെൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ എൻ്റെ ഒരു വ്യൂ ഇതാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നുള്ളൊരു കമ്പനി. നമുക്ക് കാണാം മഹീന്ദ്ര കഴിഞ്ഞ ക്വാർട്ടർ 3 റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ നമുക്ക് കാണാം ഡിസംബർ മന്തിൽ 52,100 crores സെയിൽസാണ് ഡിക്ലെയർ ചെയ്തത്. അതിൽ നിന്നും 5,021 crores പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 39% നെറ്റ് പ്രോഫിറ്റിലുള്ള ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ഹ്യൂജ് ഒരു പ്രോഫിറ്റിലുള്ള ഒരു ഗ്രോത്ത് മഹീന്ദ്രയ്ക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മഹീന്ദ്രയുടെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര എന്നുള്ള ഒരു ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനി ഇനീഷ്യലി വളരെ ചെറിയ രീതിയിലുള്ള ഒരു വെഹിക്കിൾസിൻ്റെ ഒരു റേഞ്ചാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ 350 ലെവലിലായിരുന്നു അന്ന് ട്രേഡ് ചെയ്തിരുന്ന കമ്പനി 2020 പീരിയഡിൽ 350 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന പുതിയ ലോഞ്ചുകളോടുകൂടി പ്രത്യേകിച്ചും EV റേഞ്ചിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി മഹീന്ദ്ര എന്നുള്ള കമ്പനിയിൽ വലിയ രീതിയിലുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുകയുണ്ടായി. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ
10 ടൈംസ് 350 നിന്നും 3500 ഒരു മൂവ്മെൻ്റാണ് നമ്മൾ മഹീന്ദ്ര എന്നുള്ള ഈ കമ്പനിയിൽ കണ്ടിട്ടുള്ളത്. ഇത് ഒരു ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനിയുടെ ഇതുപോലെയുള്ളൊരു വലിയ ഗ്രോത്തും ഇവർ കുറേയധികം ഇവരുടെ വാഹനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹീന്ദ്രയുടെ ഒരു ഗ്രോത്ത് വലിയൊരു സ്റ്റോറി തന്നെയാണ്. ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഗ്രോത്തിൽ വന്നിട്ടുള്ള വലിയൊരു സ്റ്റോറി തന്നെയാണ്. നമുക്കറിയാം ടാറ്റ എന്നുള്ള കമ്പനി ഒരു 100 റുപ്പീസ് നിന്ന് 1000 റുപ്പീസ് വരെ പോയ ഒരു മൂവ്മെൻ്റ് നമ്മൾ കണ്ടതാണ് കോവിഡിന് ശേഷം എന്നുണ്ടെങ്കിൽ. നമുക്കറിയാം ടാറ്റ അതിന് ശേഷം ഒന്ന് പതുങ്ങുന്നത് കണ്ടു. അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ആണെങ്കിലും അവരുടെ സെയിൽസിലാണെങ്കിലും പുതിയ മോഡൽസ് ഒന്നും വരാതിരുന്നുകൊണ്ടൊക്കെ അവരൊന്ന് പതുങ്ങുന്നത് കണ്ടു എന്നുണ്ടെങ്കിൽ മഹീന്ദ്ര വലിയ രീതിയിലുള്ള കുതിപ്പ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ നോക്കൂ, ഈ ഒരു പുതിയതായിട്ട് അവരുടെ മഹീന്ദ്ര XEV 9e എന്നുള്ള മോഡലൊക്കെ ഒരു 22 lakhs നിന്ന് തുടങ്ങി ഒരു 32 lakhs വരെയൊക്കെയുള്ള റേഞ്ചിലുള്ള വണ്ടികൾ നമ്മൾ നിരത്തിൽ തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി പോകുന്നത് കാണാറുണ്ടല്ലോ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതൊരു നമുക്ക് നോക്കിയാൽ ടെസ്ലയിലേക്കാളൊക്കെ നമുക്കൊരു പക്ഷേ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ പോലെയാണ് ഈ മഹീന്ദ്രയുടെ XEV 9e എന്നുള്ള ഒരു വെഹിക്കിളൊക്കെ കാണുമ്പോൾ. എന്തായാലും മഹീന്ദ്രയുടെ ഒരു ഗ്രോത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ മഹീന്ദ്ര ഇനിയും ഗ്രോ ചെയ്യട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കാരണം നമുക്ക് ഈ സ്റ്റോക്കിലൂടെയും കുറേയധികം പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിരുന്നു ഇന്ത്യയുടെ AI ഇമ്പാക്ട് സബ്മിറ്റ് 2026 എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ കണ്ട കുറേയധികം പാർട്ട്ണർഷിപ്സ്, NVIDIA-യുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഇന്ത്യ AI മിഷൻ, AI ഇൻഫ്രാ ലീഡേഴ്സ്, ഇതിലെല്ലാം കുറേയധികം ഉള്ള കമ്പനികളിലൊക്കെ കുറേയധികം സ്റ്റോക്കുകളൊക്കെ മൂവ്മെൻറ്റ് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില കമ്പനികൾ E2E നെറ്റ്വർക്ക്സ് ഓൾമോസ്റ്റ് ഒരു 20% ഒരു മൂവ്മെൻറ്റ് നമ്മൾ നടത്തുന്നത് കാണുകയുണ്ടായി. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ടെക്നോളജീസ് എന്നുള്ള ഒരു കമ്പനി 14% മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 4000 ലെവലിലൊക്കെ ആണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നതിന് ശേഷം 3000ലേക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ഈ കമ്പനി ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ സൂപ്പർ കമ്പ്യൂട്ടർ ലോഞ്ചസിനെ കുറിച്ചുള്ള ടോക്കിനെ കുറിച്ച് തുടർന്നൊക്കെ ഈ സ്റ്റോക്ക് നെറ്റ്വർക്ക് ടെക്നോളജീസ് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒറിയോൺ പ്രോ സൊല്യൂഷൻസ് എന്നുള്ള കമ്പനിയും ഓൾമോസ്റ്റ് ഒരു 9%-ലധികമൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഡാറ്റാ സെൻറ്റർ ഓർഡേഴ്സിനെ തുടർന്നാണ് ഈ ഒറിയോൺ പ്രോ സൊല്യൂഷൻസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കമ്പനികളൊക്കെയാണ് ഈ പുതിയതായിട്ടുള്ള AI സബ്മിറ്റിനെ തുടർന്നുള്ള മൂവ്മെൻറ്റ് നമ്മൾ കണ്ട സ്റ്റോക്കുകൾ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നെറ്റ്വെബ് ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്ക് ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. പക്ഷേ ഇത് ഓൾറെഡി വലിയ റണ്ണപ്പിന് ശേഷമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നെറ്റ്വെബ് ടെക്നോളജീസും E2E നെറ്റ്വർക്ക്സും ഒറിയോൺ പ്രോ സൊല്യൂഷൻസും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്ന, എസ്പെഷ്യലി AI സബ്മിറ്റിനെ തുടർന്ന് നമുക്ക് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വ്യൂ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ E2E നെറ്റ്വർക്ക്സിൽ ഒരു സെക്ടർ നോക്കുകയാണെങ്കിൽ ക്ലൗഡ് അല്ലെങ്കിൽ GPU എന്നുള്ള സെക്ടറിൽ നിന്നാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ബിൽഡിംഗ് NVIDIA ബ്ലാക്ക്വെൽ GPU ക്ലസ്റ്റർ ഓൺ TIR പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് കമ്പനിയുടെ ബെനിഫിറ്റ് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ നെറ്റ്വർക്ക് ടെക്നോളജീസിൻ്റെ സെക്ടർ നോക്കുകയാണെങ്കിൽ സെർവേഴ്സ് അല്ലെങ്കിൽ AI ഹാർഡ്വെയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് AI കമ്പ്യൂട്ട് മൈൽ സ്റ്റോൺ വിത്ത് NVIDIA-യുമായിട്ടുള്ള അവരുടെ ആ ഒരു കൊളാബറേഷനാണ് അവരുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വരുന്നത്. അതേസമയം TCSന് സെക്ടർ IT സർവീസ് എന്നുള്ളതാണെങ്കിൽ എൻ്റർപ്രൈസ് AI ട്രാൻസ്ഫോർമേഷൻ ഫോക്കസ് ആണ് കമ്പനിക്ക് വരുന്ന ഒരു ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ ഇൻഫോസിസിന് സെക്ടർ IT സർവീസസ് തന്നെയാണ് ബെനിഫിറ്റ് വരുന്നത് AI സ്പോട്ട്ലൈറ്റ് അറ്റ് സബ്മിറ്റിലാണ്. അതുപോലെ HCL ടെക് IT സർവീസ് എന്നുള്ള സെക്ടറാണ്. AI എൻ്റർപ്രൈസ് ഡീൽസാണ് കമ്പനിയുടെ ഒരു ബെനിഫിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒറിയോൺ പ്രോ സൊല്യൂഷൻസ് ഡാറ്റാ സെൻറ്റേഴ്സും ബെനിഫിറ്റ് വരുന്നത് മിഷൻ ക്രിട്ടിക്കൽ ഇൻഫ്രാ വിൻസാണ് ഈ കമ്പനിയുടെ ഒരു ബെനിഫിറ്റ്. അതേസമയം ആനന്ദരാജ് നമുക്കറിയാം സെക്ടർ ഡാറ്റാ സെൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് വരുന്നത്
ചെയ്തിരിക്കുന്നത് AI വർക്ക് ലോഡ് ഡിമാൻഡാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് നമുക്കറിയാം ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് നമ്മൾ റാഫേലിൻ്റെയും അതുപോലെ തന്നെ കുറേ ജോയിൻറ്റ് വെഞ്ചേഴ്സും ഒക്കെ നമ്മൾ സൈൻ ചെയ്യുകയുണ്ടായി മിസൈൽസിന് വേണ്ടിയിട്ടൊക്കെ. അതിൽ നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ബെനിഫിറ്റ് ലഭിക്കുന്ന കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ആണ് സെക്ടർ, ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഇതിൻ്റെ ബെനിഫിറ്റ് വരുന്ന റാഫേൽ, MRO എൻജിൻസ്, ട്രെയിനർ ജെറ്റ്സ് എന്നിവയിൽ നിന്നാണ്. HAL ബെനിഫിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ്, BEL ഡിഫൻസ് ഇലക്ട്രോണിക്സ് സെക്ടറിലുള്ള കമ്പനിയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് ഏവിയോണിക്സും റാഡാർസ് ഫോർ റാഫേലും അതുപോലെ തന്നെ സ്കോർപ്പിയൻ എന്നുള്ള ആ സെക്ടറിൽ നിന്നാണ് ആ കമ്പനിക്ക് ബെനിഫിറ്റ്, BEL ബെനിഫിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ BDL ഭാരത് ഡൈനാമിക്സ് സെക്ടർ മിസൈൽസിൽ നിന്നാണ് വരുന്നത്. ഹാമർ മിസൈൽ ജോയിൻറ്റ് വെഞ്ചർ പൊട്ടൻഷ്യൽ മൂലമാണ് ഈ കമ്പനി നമ്മുടെ ലൈം ലൈറ്റിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിൽ നിന്നുള്ളതാണ്. അത് സ്കോർപ്പിയൻ സബർബ്സിലേക്കുള്ള ആ പ്രൊജക്റ്റ് 775L ആ പ്രൊജക്റ്റിലേക്ക് വരുന്നത് കൊണ്ടാണ് മസഗോൺ ഡോക്കിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് എയ്റോസ്പേസ് സെക്ടറിൽ നിന്നുള്ള സെക്ടറാണെന്നുണ്ടെങ്കിൽ H-125 ഹെലികോപ്റ്റർ അസംബ്ലി ലൈനിലാണ് ഈ കമ്പനിക്ക് ബെനിഫിറ്റ് വരാനുള്ള കാരണം. അതുപോലെ ലാർസൺ ടോബ്രോ ഡിഫൻസ് EPC ആണ്. സബ്മറൈൻ കോമ്പണൻസും ഷിപ്പ് യാർഡ്സും ആണ് L&Tക്ക് ബെനിഫിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ്, നാവൽ യാർഡ്സും അതുപോലെ തന്നെ സബ്മറൈൻ ഓർ കാരിയർ സപ്പോർട്ടാണ് ഈ കൊച്ചിൻ ഷിപ്പ് യാർഡിന് ബെനിഫിഷ്യലായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ചില Q3 റിസൾട്ട്സ് വന്നതിൽ പ്രധാനപ്പെട്ട റിസൾട്ട്സ് ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തെ കമ്പനിയാണ് അനുപം രസായൻ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനി. ഈ കമ്പനി കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഡിസംബർ ക്വാർട്ടറിൻ്റെ പ്രോഫിറ്റ് 60.6 crores റിസൾട്ടാണ് ഡിക്ലെയർ ചെയ്തത്. ഇത് കഴിഞ്ഞ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 12% പ്രോഫിറ്റിലുള്ള ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ CI ഓട്ടോമേഷൻ ഇന്ത്യ എന്നുള്ള കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുമ്പോൾ ഒരു 10% ഗ്രോത്താണ് വന്നിട്ടുള്ളത്. 204 crores ആണ് ഡിസംബർ 25 ക്വാർട്ടറിലുള്ള CI ഓട്ടോമേറ്റീവ് ഇന്ത്യയുടെ നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ഇത് 10% ഗ്രോത്താണ്. അതുപോലെ ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ 49.7 crores റിസൾട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഡിസംബർ ക്വാർട്ടറിൻ്റെ പ്രോഫിറ്റ് 6.27 crores ആയിരുന്നു. ഇത് ഓൾമോസ്റ്റ് 693% ഗ്രോത്താണ് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നിട്ടുള്ളത്. കമ്പനിയുടെ സെയിൽസിലും ഒരു 54% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു പെർഫോമൻസാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ GK എനർജിയുടെ റിസൾട്ട് കമ്പനി 58.8 crores നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 58% ഗ്രോത്താണ് ഈ കമ്പനി GK എനർജി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കമ്പനിയായ ഇൻഡിഗോ പെയിൻസിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ 36.5 crores കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ക്വാർട്ടറിൻ്റെ പ്രോഫിറ്റിൽ നിന്നും ഈ കമ്പനി ഈ പ്രാവശ്യം 36.2 crores പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. പക്ഷേ സെയിൽസിന് ഒരു 3% ഗ്രോത്ത് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇൻഡിഗോ പെയിൻസ് വളരെ നല്ലൊരു പെർഫോമൻസാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ക്വാർട്ടേഴ്സിലും നൽകുന്നത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഈ ഡിസംബർ ക്വാർട്ടറിൽ 135 crores പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് 195% ഗ്രോത്താണ് അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സെയിൽസിലും ഒരു 17% ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് നാഷണൽ ഫെർട്ടിലൈസറും വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ RHI മഗ്നീഷ്യ ഇന്ത്യ എന്നുള്ള കമ്പനി ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ 61.6 crores നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒരു 29% നെറ്റ് പ്രോഫിറ്റിലുള്ള ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 8% സെയിൽസിൽ ഗ്രോത്തും RHI മഗ്നീഷ്യ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഗോഡ്ഫ്രീ ഫിലിപ്സ് 19% ഉയർന്നും, നെറ്റ്വെബ് ടെക്നോളജീസ് 17% ഉയർന്നും, അതുപോലെ ന്യൂജൻ സോഫ്റ്റ്വെയർ 16% ഉയർന്നും, ട്രാൻസ്ഫോമേഴ്സ്
ജനറേറ്റേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് 15% ഉയർന്നും, സ്നൈഡർ ഇലക്ട്രിക് 13% ഉയർന്നും, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് 12% ഉയർന്നും, അബർ ഇൻഡസ്ട്രീസ് 10% ഉയർന്നും, തെർമാക്സ് 9% ഉയർന്നും, അതുപോലെ ടെക്നോ ഇലക്ട്രിക് 9% ഉയർന്നും, പഞ്ചാബ് നാഷണൽ ബാങ്ക് 9% ഉയർന്നും, ഹിമാദ്രി സ്പെഷ്യാലിറ്റി 8% ഉയർന്നും, കാനറ ബാങ്ക് 8% ഉയർന്നും, യൂണിയൻ ബാങ്ക് 8% ഉയർന്നും, അതുപോലെ ഇന്ത്യൻ ബാങ്ക് 8% ഉയർന്നും, നാറ്റ്കോ ഫാമ 8% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ FIS കഴിഞ്ഞ ആഴ്ചത്തെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാം FIS 637.7 ക്രോഡ്സിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4335.2 ക്രോഡ്സിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 13th ഫെബ്രുവരിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,471 16th നിഫ്റ്റി 21 പോയിന്റ്സ് ഉയർന്നും, 17th 42 പോയിന്റ്സ് ഉയർന്നും, 18th 93 പോയിന്റ്സ് ഉയർന്നും ക്ലോസ് ചെയ്ത നിഫ്റ്റി. പക്ഷേ 19th ഫെബ്രുവരിന് 365 പോയിന്റ്സിൻ്റെ ഒരു ഫോളോഡ് കൂടിയാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 20th ഫെബ്രുവരിക്ക് 116 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്ത് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ 100 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്താണ് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാം 100 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്ത് ഫെബ്രുവരി മന്തിൽ നിഫ്റ്റി 250 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 200 DMA വരുന്നത് 25,324 100 DMA വരുന്നത് 25,716 20 DMA വരുന്നത് 25,564 50 DMA വരുന്നത് 25,741 അതുപോലെ നമുക്ക് ഡെയിലി ചാർട്ട്സിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം പിവറ്റ് പോയിന്റ് വരുന്നത് 25,609 അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 26,122 26,359 26,991 27,609 എന്നീ ലെവൽസാണ്. അതേസമയം 25,609 താഴെ സപ്പോർട്ടുകൾ വരുന്നത് 25,335 25,096 24,820 24,082 23,249 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കൊരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,991 ലോവർ റേഞ്ച് 24,082 ആണ്. അതേസമയം പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 25,609 ആയിരിക്കും. അടുത്തായി നമുക്ക് അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് നാറ്റ്കോ ഫാർമയാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റോട് കൂടി 891 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ 891 മുകളിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ആയിട്ടുള്ള 980 ആയിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് നാറ്റ്കോ ഫാർമയാണ്. 891 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് ആയ 980 മൂവ്മെൻ്റാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് സ്നൈഡർ ഇലക്ട്രിക് ആണ്. സ്നൈഡർ ഇലക്ട്രിക് വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ടോട് കൂടി 922 ലെവലിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 1020 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് സ്നൈഡർ ഇലക്ട്രിക് ആയിരിക്കും. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ അവാന്തി ഫീഡ്സ്, TD പവർ സിസ്റ്റംസ്, RBL ബാങ്ക്, നാറ്റ്കോ ഫാർമ, അതുപോലെ തന്നെ JK ടയർ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലായ സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെയും കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.